മനസ്സിൽ മാറി മറിയുന്ന അക്ഷരങ്ങളെ കോർത്തു വെച്ച് കുഞ്ഞിക്കവിതകളാക്കിയ ശ്രീ കുഞ്ഞുണ്ണി മാഷിൻ്റെ കുഞ്ഞിക്കവിതകളുമായി ഞാനും എൻ്റെ കൂട്ടുകാരും ഇതാ നിങ്ങളുടെ മുമ്പിൽ. അല്ല, കേമായി എന്റെ മക്കള് ഇത്ര പുലർച്ചെ തന്നെ എത്തിയോ? മാഷ് ഇന്നലെ നടക്കാൻ പോവാമെന്ന് പറഞ്ഞതല്ലേ? മാഷേ, ഞങ്ങൾക്ക് ഈ നാട്ടിലെ പല കാഴ്ചകളും കാണിച്ചു തരില്ലേ? ശരി കുട്ടികളെ, എന്നാൽ ഇനി നമുക്ക് കുറച്ചു ദൂരം അങ്ങോട്ട് നടക്കാം. എന്താ? ശരി മാഷേ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ സൂര്യോദയം കാണാൻ എന്ത് ഭംഗിയാ മാഷേ. അതെ അതെ കുട്ടികളെ, സൂര്യന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമോ? ഇല്ല. എന്നാൽ കേട്ടോളൂട്ടോ, നാം അധിവസിക്കുന്ന ഈ വലിയ പ്രപഞ്ചത്തിന്റെ നെടും തൂണാണ് സൂര്യൻ. ഇവിടെ ഓരോ ജീവിക്കും ചൂടും വെളിച്ചവും ഒക്കെ നൽകുന്നത് നമ്മുടെ സൂര്യനാണ്. ഇനി ഞാൻ സൂര്യനുമായി ബന്ധപ്പെട്ട വെട്ടത്തെക്കുറിച്ചുള്ള പാട്ടിന്റെ 2 വരികൾ പാടാം. ബാക്കി വരികൾ നിങ്ങൾ പാടണം കേട്ടോ. പാടുമല്ലോ? ഞങ്ങൾ പാടാം. വെട്ടം വെട്ടം പൊൻവെട്ടം, കിഴക്കുദിക്കും പൊൻവെട്ടം. പാറിക്കളിക്കുന്ന പൂമ്പാറ്റകൾ എന്തു രസമാണ്. പലതരം നിറത്തിലുള്ള പൂമ്പാറ്റകളെ കാണാൻ എന്തു ഭംഗിയാ. എനിക്കും ഈ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കുട്ടിയോള് പൂമ്പാറ്റകളെ പറ്റി പാടിയത് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇനി പൂമ്പാറ്റയുടെ ജീവിതചക്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു തരത്തിൽ പൂമ്പാറ്റയുടെ ജീവിതം നല്ല രസമാ. ആദ്യം അവ പുഴുവായും പിന്നെ പ്യൂപ്പയായും കിടന്ന ശേഷമാണ് അത് പിന്നീട് മനോഹരമായ ശലഭമായി തീരുന്നത്. പിന്നെ പൂമ്പാറ്റയ്ക്ക് ഏകദേശം 2 ആഴ്ച മാത്രമേ ആയുസുള്ളൂ. മനസ്സിലായോ കുട്ടിയോളെ? അല്ല, നിമിഷക്കുട്ടി എന്താ ആലോചിച്ചിരിക്കുന്നത്? അത് പിന്നെ മാഷേ, ഞാൻ എന്റെ മുത്തശ്ശിയെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അതെയോ? ആ, പണ്ടൊക്കെ മുത്തശ്ശി എനിക്ക് നല്ല കഥകൾ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ നല്ല നാടൻ പാട്ടുകളും പാടിത്തരുമായിരുന്നു. എന്നിട്ട് ഇപ്പോ എന്തു പറ്റി മുത്തശ്ശിക്ക്? ഇപ്പൊ മുത്തശ്ശിക്ക് തീരെ വയ്യാണ്ടായി. കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറവായിരിക്കുന്നു. ചെവിയും കേട്ടൂടാ. അയ്യോ, അത് കഷ്ടമായല്ലോ. മോള് പാവം മുത്തശ്ശിയെ നല്ലോണം നോക്കണട്ടോ. ആ മാഷേ, എനിക്കെന്റെ മുത്തശ്ശിയെ വലിയ ഇഷ്ടാ. എപ്പോഴും ഞാൻ മുത്തശ്ശിയുടെ കൂടെ തന്നെ ഉണ്ടാകാറുണ്ട്. കണ്ണുകാണില്ലെന്റെ മുത്തശ്ശിക്ക്, കാതുകേൾക്കില്ലെന്റെ മുത്തശ്ശിക്ക്, മുത്തപ്പൻ കാവിൽ വിളക്കു കാണാൻ മുത്തശ്ശിക്കെന്നാലും പോയേ പറ്റൂ. മുത്തപ്പൻ കാവിൽ വിളക്കു കാണാൻ മുത്തശ്ശിക്കെന്നാലും പോയേ പറ്റൂ. കുത്തിപ്പിടിക്കാൻ മടിയുണ്ടല്ലോ, കൂടെ വന്നിടുവാൻ ഞാനുണ്ടല്ലോ. കുത്തിപ്പിടിക്കാൻ മടിയുണ്ടല്ലോ, കൂടെ വന്നിടുവാൻ
നാം വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് കുട്ടിയോളെ? നായ, പൂച്ച, പശു, ആട്, എരുമ. ഇവയിൽ നിമിഷക്കുട്ടിക്ക് ഏത് മൃഗത്തെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് പൂച്ചയാണ് ഇഷ്ടം. എന്റെ വീട്ടിൽ 3 പൂച്ചകളുണ്ട്. എന്നാ നിന്റെ വീട്ടിലെ പൂച്ചയെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? എന്നാൽ കേട്ടോളൂ. എന്നാൽ വേഗം ആവട്ടെ. പാത്തു പതുങ്ങി നടക്കുന്ന പൂച്ച വീടിനു ചേർന്നവളാണല്ലോ. പാത്തു പതുങ്ങി നടക്കുന്ന പൂച്ച വീടിനു ചേർന്നവളാണല്ലോ. ദേഹത്തുരുമ്മി നടന്നെന്നും കൊഞ്ചിക്കുഴയുപതിവളല്ലോ. പാറ്റകൾ, പല്ലികൾ, ഓന്തുകൾ ഇവയെ കൊല്ലുക ഇവളുടെ തൊഴിലല്ലോ. കേമായിട്ടോ. നിമിഷയുടെ പൂച്ച ഭയങ്കരൻ പൂച്ച തന്നെ. കുട്ടിയോളെ, നാം എന്തിനാണ് ഈ കാട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നറിയാമോ? പല പല കാഴ്ചകൾ കാണാനല്ലേ? അതുമാത്രമല്ല കുട്ടിയോളെ, ഒരുപാട് അറിവുകൾ കൂടി നേടാൻ വേണ്ടിയാണ്. വിദ്യാധനം മഹാധനമെന്ന് കേട്ടിട്ടില്ലേ? തമാശ രൂപേണ പറഞ്ഞാൽ കള്ളൻ കട്ടുകൊണ്ടുപോവാത്ത ധനം ഒന്നേയുള്ളൂ ഭൂമിയിൽ. അതാണ് വിദ്യാധനം. മറ്റുള്ളവയൊക്കെ കള്ളൻ കട്ടുകൊണ്ടുപോവുകയും നശിച്ചു പോവുകയും ചെയ്യും. ഇനി വിദ്യയെക്കുറിച്ച് നിങ്ങൾക്ക് 2 വരി ഞാനങ്ങോട്ട് മൂളിത്തരാം. വിദ്യയല്ലോ മഹാധനം, മഹാന്മാർക്കു മഹാധനം. വിദ്യയല്ലോ മഹാധനം, മഹാന്മാർക്കു മഹാധനം. വിളമ്പിയാലും തുളുമ്പാത്ത വിദ്യയെന്നും മഹാധനം. വിദ്യ നേടുകിലുയർന്നിടാം, മറ്റൊരാൾക്കതു പകർന്നിടാം. വിദ്യയല്ലോ മഹാധനം, മഹാന്മാർക്കു മഹാധനം. കുട്ടിയോളെ, നിങ്ങൾക്ക് മധുര പലഹാരങ്ങളൊക്കെ ഇഷ്ടല്ലേ? ഇഷ്ടാണ്. എനിക്കും. പഞ്ചാരയും ശർക്കരയും കൽക്കണ്ടവും ഒക്കെയാണോ? അതെ. പഞ്ചാരയും ശർക്കരയുമൊക്കെ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നറിയാമോ കുട്ടികൾക്ക്? ഇല്ലല്ലോ. നിങ്ങൾ കരിമ്പ് കണ്ടിട്ടില്ലേ? കരിമ്പിൽ നിന്നാണ് ഇവയൊക്കെ ഉണ്ടാക്കുന്നത്. കരിമ്പിനെ ഒരു പ്രത്യേക രീതിയിൽ സംസ്കരിച്ചെടുത്താണ് പഞ്ചസാരയും മറ്റും ഉണ്ടാക്കുന്നത്. ശരിയാണോ മാഷേ? അതെ. പണ്ട് ഒരാൾ ശർക്കരയും പഞ്ചാരയും കൊണ്ട് പാവകൾ ഉണ്ടാക്കി വിറ്റിരുന്നു. കുട്ടികളെല്ലാരും അയാളുടെ പാവകൾ വാങ്ങാൻ അടിപിടി കൂടുമായിരുന്നു. ഹായ്, എനിക്കും വേണം ശർക്കര പാവ. എനിക്ക് കൽക്കണ്ടപ്പാവ് വേണം. അതെയോ? എന്നാൽ അങ്ങനെ ആവട്ടെ കേട്ടോ. ചക്കരപ്പാവയുണ്ടേ, അയ്യയ്യ ശർക്കരപ്പാവയുണ്ടേ. കൽക്കണ്ടപ്പാവയുണ്ടേ, അയ്യയ്യ പഞ്ചാരപ്പാവയുണ്ടേ. വന്നോളിൻ വന്നോളിൻ പൊന്നു കുഞ്ഞുങ്ങൾ, നിന്നോളിൻ കണ്ടോളിൻ കൊണ്ടുപോയിക്കോളിൻ. കാശു തന്നിട്ടീവ കൊണ്ടുപോയിക്കോളിൻ. ചക്കരപ്പാവ ചിരിക്കുന്ന പാവ, പഞ്ചാരപ്പാവ പറക്കുന്ന പാവ, കൽക്കണ്ടപ്പാവ കളിക്കുന്ന പാവ, ശർക്കരപ്പാവ ശരിക്കുള്ള പാവ. നമുക്കിനി കുറച്ചു സമയം പന്ത് തട്ടി കളിക്കാം. ഞാൻ പന്തറിയാം. കളിച്ചോളൂ കളിച്ചോളൂ. ചന്ദ
ചന്തമുള്ള പന്ത് ചന്തുവിന്റെ പന്ത് ചന്തമുള്ള ചാന്ത് ചിന്നുവിന്റെ ചാന്ത് ചന്തമുള്ള പന്തും ചന്തമുള്ള ചാന്തും ചന്തമുള്ള പന്തും ചന്തമുള്ള ചാന്തും ഒന്നു കണ്ട നേരം ചന്തുവിനും ചന്തമില്ല ചിന്നുവിനും ചന്തമില്ല ചന്തുവിനും ചന്തമില്ല ചിന്നുവിനും ചന്തമില്ല. മാഷേ ഒന്ന് എനിക്ക് തരുവോ? മാഷ എനിക്ക് ആദ്യം. മാഷ എനിക്ക് വേണം. അടിപിടി കൂടാതെ കുട്ടികളെ എല്ലാവർക്കും ഉണ്ട്. ഈ ബലൂണുകൾ തട്ടിക്കളിച്ചോളൂ. ഊതിപ്പെരുക്കാം തട്ടിക്കളിക്കാം കാറ്റിൻ കൈകളിലേൽപ്പിക്കാം കൊണ്ടു നടക്കാം കെട്ടിത്തൂക്കാം പല നാൾ പലരെ കാട്ടിടാം ഒളിഞ്ഞു കളിക്കാം എറിഞ്ഞു കളിക്കാം തോന്നും കളികൾ കളിച്ചിടാം ബാലന്മാരിലെ ലീലകളുണരാൻ വേണം പെരുകിയ ബലൂണുകൾ. കുട്ടികളെ നേരം ഒരുപാട് വൈകിയിരിക്കുന്നു കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ വേറൊരു ദിവസവും പറഞ്ഞു തരാം. എന്താ? ശരി മാഷേ.